ചേട്ടാനും കുട്ടത്തിയും. ചേട്ടാ ഇതൊന്നും നോക്കിയേ. ഇങ്ങോട്ട് നോക്കിയേ. പാചകമൊന്നുമല്ല, എന്റെ മുടി കണ്ടാ ഇത്രയേ ഉള്ളൂ. താഴെ ആരും ഉണ്ടായിരുന്നതാ. ഉണ്ടായിരുന്നല്ലേ? ഞാൻ കല്യാണം കഴിച്ചോണ്ടോ ഞാൻ കണ്ടായിരുന്നു. ഓ, മുട്ടോടെ ഉണ്ടായിരുന്നില്ലേ? ഓ, മുട്ടോടെ ഉണ്ടായിരുന്നു. മുട്ടുവരെ കിടക്കണ രാവിലെ ഞാൻ നോക്കിയപ്പോഴേ ചെവറിൽ ഇങ്ങനെ തൂങ്ങി കിടക്കണം. ഓ, അത് തന്നെ വീട്ടിൽ വെച്ചേർന്നേലേ. അതൊന്നും അല്ല. അത് ആനയ്ക്ക് പിന്നെ കൊടുക്കുന്ന ഒനത്തിക്കൊല അതുപോലെ പനംകൊലോല കിടക്കണമെന്ന് പറയണത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓ, അപ്പൊ നീ പരസ്യത്തിന്റെ പറയാൻ പോകാൻ പോകണല്ലേ? നോക്ക്, ഒരുപാട് പേര് വാങ്ങി ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ അവരെ വിളിച്ചു നോക്കി, ഒരുപാട് പേര് നല്ലതെന്നാണ് പറയുന്നത്. അത് വേറെ പറ്റിപ്പോന്നേ. എന്തായാലും ഞാൻ ഒന്ന് ബുക്ക് ചെയ്യാം. അവര് പഠിക്കണെങ്കിലാ. ഇവക്ക് എന്തോ വരാൻ പോണ്. കണ്ടറിയാത്തവള് കൊണ്ടാലറിയും. അതെ, എണ്ണ ഇവിടെ താഴെ കടയിൽ കൊടുത്തിരുന്നു. എണ്ണ കിട്ടി. തെറ്റിയാ ഉള്ള കാടൻ പടപ്പൊക്കെ വാരിട്ടേ ഉള്ളതും കൂടെ ഇല്ലാതാക്കാതിരുന്നാ കൊള്ളാം. നോക്ക് മുടിയാണേ മുടി. രാത്രിയിൽ തലയോട്ടിയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. നല്ല കാര്യം. പിടിപ്പിച്ചതിന് ശേഷം ഉച്ചിയിൽ ഉയർത്തി വാരി കെട്ടി വെക്കുക. ഇങ്ങനെ കെട്ടി വെക്കും കേട്ടാ. ഉയർത്തി വാരി രാവിലെ തണുത്ത വെള്ളത്തിൽ നല്ലവണ്ണം തിരുമ്മി കഴുകി കളയുക. നല്ല തിരുമ്മി എന്തായാലും രാത്രിയെ തിരുമ്മി കെട്ടിയൊക്കെ വെക്കാം, അങ്ങോട്ട് വെക്കാം അല്ലേ? അയ്യോ, തലയ്ക്കൊരു കനം പോലെ ഭാരം തലയില്. ചേട്ടാ എന്തിനാടി നിന്റെ തലയില്? അതെ, തലയ്ക്കൊരു കനം പോലെ. നിന്റെ തലയിൽ എന്താടി റോക്കറ്റാ? എന്റെ ദൈവമേ, അവിടെ താഴെണ്ണില്ലേ? നീ എന്താ അടുത്ത് റോക്കറ്റ് കയറി പോകാൻ പോണ? ഇത് കൊള്ളല്ല. ഇന്നലെ കെട്ടി വെച്ചതാണേ. അതാണ് നീ വാങ്ങിക്കാച്ച ഇന്നേരെ ഗുണം. എന്നാലും ഒരു ദിവസം കൊണ്ട് ഇത്രയും വേണ്ട. ഒരു ദിവസം കൊണ്ട് ഇത്രയും മുടി നീണ്ടെങ്കിലേ ഒരു മാസം ആകുമ്പോ ആരുടെ കടന്നു പോകും കൊടുക്ക മുടി. ചോടന്ന് കളിയാക്കാതെ ഈ മുടിയെ രാവിലെ നോക്കിട്ട് താന്ന് വരണില്ല. എവിടെ ഞാൻ നോക്കട്ടെ? നോക്ക് അനങ്ങളില്ല, ഇരുമ്പ് കമ്പി പോലെ ഇരിക്കും. എന്നെ കൊല്ലാതി എന്റെ തല. ഒരു രക്ഷയില്ല, എന്റെ കയ്യും കൂടെ കഴിക്കും. നല്ല വെളിച്ചെണ്ണയൊക്കെ മാറ്റി തേച്ച പോരായിരുന്നു. ഒരു 8 മണിയാവട്ടെ ആയിരുന്നാട്ടെ. അതുകൊണ്ട് കടയിൽ കൊണ്ടുവന്ന് മുട്ട അടിക്കാം. അല്ലാതെ മുട്ടയ്ക്ക് നല്ല മുടി പൊടിച്ചു. അമ്മ തേക്കില്ലേ കാച്ചി എണ്ണ, അത് ഞാൻ എടുത്തോണ്ട് വരാം. കുറച്ചേ ഉള്ളൂ, എന്തായിരുന്നാലും നോക്കട്ടെ. ഒരു എണ്ണ പൊടിക്കണ പൊടി.
തലയിൽ എന്തൊരു നടക്കണം. അയ്യോ എന്റെ ഉടുപ്പരമ്മച്ചി എന്തായാലും രക്ഷപ്പെട്ട്. കണ്ണാടി എടുത്തിട്ട് ഒന്ന് നോക്ക്. വലിച്ചിറക്കണ്ട. കിട്ടി മുടി കിട്ടി. കുടുംബശ്രീയിലെ ബിന്ദുലേഖയില്ലേ, കൃഷ്ണ പിക്കിൾസ് ആര്യനായിട്ടുള്ള, അവള് കാച്ചുന്ന എണ്ണ നല്ലതാ, അത് വാങ്ങിക്കേ. പറ്റൂലേ. പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്.